യുക്രൈനു മുകളിൽ വ്യോമപാത നിരോധനം ഏർപ്പെടുത്തണമെന്ന് നേറ്റോയോട് ആവർത്തിച്ച് പ്രസിഡന്റ് സെലൻസ്കി. യുക്രൈൻ അതിർത്തിയിൽ പോളണ്ടിന് 25 കിലോമീറ്റർ അകലെ കഴിഞ്ഞ ദിവസം റഷ്യൻ വ്യോമാക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന. നേറ്റോ രാജ്യങ്ങൾക്ക് നേരെയും റഷ്യൻ ആക്രമണമുണ്ടായേക്കാമെന്നാണ് സെലൻസ്കിയുടെ മുന്നറിയിപ്പ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയോട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. യുദ്ധം തുടരവേ ഇന്നും റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ വീണ്ടും ചർച്ച നടത്തും. സരുൺ എ ജോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സരുൺ, നേരത്തെ നേറ്റോയോട് ഈ ആവശ്യം യുക്രൈൻ ഉന്നയിച്ചിരുന്നു, പക്ഷേ അനുകൂലമായ സമീപനം ഉണ്ടായില്ല. വീണ്ടും നേറ്റോയോട് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ സെലൻസ്കിക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വരെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് റഷ്യ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സെലൻസ്കി നാറ്റോയോട് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ യുക്രൈന്റെ ആകാശപാതയിൽ വ്യോമ നിരോധനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം സെലൻസ്കി ഉന്നയിച്ചെങ്കിലും ഇക്കാര്യം നാറ്റോയും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം വ്യോമ നിരോധനം ഏർപ്പെടുത്തിയാൽ നാറ്റോയ്ക്ക് യുക്രൈന് മേൽ വ്യോമ നിരോധനം കൊണ്ടുവന്നാൽ ഈ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടാൻ നാറ്റോ രാജ്യങ്ങൾക്ക് സാധിക്കും. അതിലൂടെ പുതിയൊരു യുദ്ധമുഖം തുറക്കുമെന്നാണ് നാറ്റോ വ്യക്തമാക്കിയത്. അതായത് ഈ യുക്രൈന് പുറമെ മറ്റ് നാറ്റോ രാജ്യങ്ങളും റഷ്യയുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് യൂറോപ്പിലാകെ വൻ നാശം വിതയ്ക്കും എന്നായിരുന്നു നാറ്റോയുടെ വിശദീകരണം. പക്ഷേ ഈ നാറ്റോയുടെ ഈ വിശദീകരണം സെലൻസ്കിക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. കാരണം യുദ്ധമുഖത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള പരാതി ഈ സെലൻസ്കി നിരവധി വട്ടം ഉന്നയിച്ചതാണ്. ഇക്കാര്യം വീണ്ടും നാറ്റോയോട് ആവർത്തിക്കുകയാണ് സെലൻസ്കി. കഴിഞ്ഞ ദിവസം പോളിഷ് അതിർത്തിയിൽ പോളണ്ടിന് 25 കിലോമീറ്റർ അകലെ യുക്രൈന്റെ യവോറിയ എന്ന സ്ഥലത്തായിരുന്നു റഷ്യ വ്യോമാക്രമണം നടത്തിയത്. ഇവിടെ 30ഓളം മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു റഷ്യ അവിടെ സൈനിക കേന്ദ്രത്തിന് മേൽ ആക്രമണം നടത്തിയത്. 35 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് സെലൻസ്കി വീണ്ടും ഈ വ്യോമ നിരോധനം എന്ന ആവശ്യം ഉന്നയിച്ച് നാറ്റോയെ സമീപിക്കുന്നത്. ഇവിടെ ഇനിയും വ്യോമ നിരോധനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് മേലെ വൈകാതെ റഷ്യയുടെ മിസൈലുകൾ പതിച്ചേക്കാം, വീണ്ടും റഷ്യ ആക്രമണം നടത്തിയേക്കാം എന്ന മുന്നറിയിപ്പാണ് സെലൻസ്കി നൽകുന്നത്. പക്ഷേ ഈ നാറ്റോ അനുകൂലമായി സെലൻസ്കിയുടെ ആവശ്യത്തോട് പ്രതികരിക്കാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ തന്നെ നാറ്റോ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഇവിടെ വ്യോമ നിരോധനം ഏർപ്പെടുത്താൻ നാറ്റോയും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത് റഷ്യയുമായി നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകുമെന്ന കാരണം വ്യക്തമാക്കിയാണ് നാറ്റോ ഇക്കാര്യം വിശദീകരിച്ചത്. അതിനാൽ തന്നെയും സെലൻസ്കിയുടെ ഈ പുതിയ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായൊരു നിലപാട് നാറ്റോയിൽ നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലെവീവ് പോലുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് പോളണ്ടുമായി അതിർത്തി പങ്കിടുന്ന പ്രവിശ്യകളിലേക്ക് റഷ്യ തുടരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രഞ്ജിത്ത്, ഒപ്പം ഈ ആക്രമണത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഒപ്പം അവിടെ ചെറുത്തുനിൽപ്പും കാര്യമായി ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. വലിയ തോതിൽ ആക്രമണം, മിസൈൽ ആക്രമണം അടക്കം റഷ്യ നടത്തുന്നു. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പൗരന്മാർ മരിച്ചു അടക്കമുള്ള ആരോപണം യുക്രൈൻ ഉന്നയിച്ചിരുന്നു. ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് സരുൺ? രഞ്ജിത്ത്, മരിയോപോൾ മേഖലയിലാണ് കനത്ത നാശനഷ്ടവും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടതെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പോലും സാധ്യമല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കിഴക്കൻ യുക്രൈന്റെ ഭാഗമാണ് ഈ മരിയോപോൾ എന്ന് പറയുന്ന മേഖല. കീവിലും അതിരൂക്ഷമാണ് ഈ സംഘർഷവും അതുപോലെ തന്നെ റഷ്യയുടെ ആക്രമണവും. അവിടെ കീവിന് സമീപത്തുള്ള ഇർപിൻ നഗരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായി എന്ന് തന്നെ പറയാം. അവിടെ കഴിഞ്ഞ ദിവസം ഇർപിനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ഒഡേസ നഗരത്തിൽ ലക്ഷ്യമിട്ട് കൂടുതൽ റഷ്യൻ സേന എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 100ഓളം കുട്ടികളാണ് ഈ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയടക്കം പുറത്തുവിടുന്ന കണക്കുകൾ. അങ്ങനെ ഈ കീവിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളെ വരെ, അവിടെ രക്ഷപ്പെടുന്ന ആളുകളെ വരെ റഷ്യൻ സേന ആക്രമിക്കുന്നെന്ന് യുക്രൈൻ ആരോപിച്ചിരുന്നു. അങ്ങനെ ഈ നഗരങ്ങളിലെല്ലാം നേരത്തെ ഈ കിഴക്കൻ നഗരങ്ങളിലും അതുപോലെ തന്നെ കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ഇപ്പോഴും റഷ്യയുടെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ യുക്രൈൻ സൈനികർ തന്നെ മൈനുകൾ വെച്ച് ഈ
റെസിഡൻഷ്യൽ മേഖലകൾ, അതായത് താമസ യോഗ്യമായ മേഖലകളിലൊക്കെ ആക്രമണം നടത്തുന്ന റഷ്യ ആരോപിച്ചിരുന്നു. പക്ഷേ യുക്രൈൻ ഇക്കാര്യം നിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റഷ്യൻ സേനയുടെ നീക്കം തടയാൻ പാലങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പുറത്തു വന്നിരുന്നു. ഇങ്ങനെ റഷ്യൻ സേനയെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു മേഖലകളിലേക്ക്, പടിഞ്ഞാറൻ മേഖലകളിലേക്ക് റഷ്യ ഇപ്പോൾ ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവിടെ ഈ യുക്രൈൻ റിക്രൂട്ട് ചെയ്ത വിദേശ സൈനികരെ 130ഓളം പേർ അത്തരത്തിൽ കൊലപ്പെടുത്തിയെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ സുരക്ഷിത കേന്ദ്രമെന്ന് കരുതപ്പെട്ടിരുന്ന ഇടമാണ്. അവിടെ നിന്നാണ് കീവിൽ നിന്നടക്കം ഈ പോളിഷ് അതിർത്തിയിലേക്കും റൊമാനിയയുടെ അതിർത്തിയിലേക്കും മറ്റ് ആളുകൾ രക്ഷപ്പെടുന്ന സുരക്ഷാ ഇടനാഴി കൂടിയായിരുന്നു ഈ മേഖല. ഇവിടേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. സരുൺ ജോസാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് ചില വാർത്തകളിലേക്ക് പോയാൽ, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുയർന്ന പ്രതിഷേധങ്ങളും ആശങ്കകളും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടുന്നത്. യുക്രൈനിൽ നിന്ന് മടങ്ങിവന്ന വിദ്യാർത്ഥികളുടെ തുടർ പഠനം സംബന്ധിച്ച വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകും. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് ആരംഭിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഉമേഷ്, ഇന്നും ഒരുപക്ഷെ സംഭവബഹുലമായ നിയമസഭാ ദിനമായിരിക്കും. പ്രധാനപ്പെട്ട ഒന്ന് സിൽവർ ലൈനാണ്. പ്രതിപക്ഷം അത് ശക്തമായി തന്നെ ഉന്നയിക്കാനല്ലേ സാധ്യത? ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഏതായാലും വലിയ തോതിൽ ആ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സിൽവർ ലൈൻ, അതുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കകൾ അടക്കം സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരാനുള്ള നീക്കമുണ്ട്. ഒപ്പം യുക്രൈനിൽ നിന്ന് നിരവധിയായ മലയാളി വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമേഷ്, എങ്ങനെയാണ് സിൽവർ ലൈൻ വിഷയം പ്രതിപക്ഷം സഭയിൽ ഇന്ന് അവതരിപ്പിക്കുക? സിൽവർ ലൈൻ വിഷയവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കും പ്രധാനമായി ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ സാധ്യത. കുണ്ടറ MLA PC വിഷ്ണുനാഥ് ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ സാധ്യതയെന്നാണ് വിവരം. അതുകൂടാതെ ഉക്രൈനിൽ നിന്ന് തിരികെ എത്തിയ MBBS വിദ്യാർത്ഥികളുടെ തുടർ പഠനം സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിക്കലിലും വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും സിൽവർ ലൈനിൽ സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ സിൽവർ ലൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം സർക്കാർ ഈ വിഷയത്തിൽ നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഉക്രൈനിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കേന്ദ്ര നിലപാട് കൂടി നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം അറിയിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ബജറ്റിന്മേലുള്ള ചർച്ച അതും ഇന്ന് ആരംഭിക്കും. ഇന്ന് മുതൽ ബജറ്റിന്മേലുള്ള ചർച്ചകൾ നടക്കും. രഞ്ജിത്ത്, നിയമസഭയിൽ ഇന്ന് സിൽവർ ലൈനും ഒപ്പം ഉക്രൈനിലെ വിദ്യാർത്ഥികൾ തുടർ പഠനവും അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 ജയമുറപ്പായ 2 സീറ്റുകൾ ആർക്കൊക്കെ നൽകണം എന്ന് നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമാണ്. AK ആന്റണി, MV ശ്രേയാംസ് കുമാർ, K സോമപ്രസാദ് എന്നിവരുടെ കാലാവധിയാണ് ഏപ്രിൽ 2 തീരുന്നത്. ഒഴിവ് വരുന്ന ഈ 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഈ മാസം 31 തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 21. 22 സൂക്ഷ്മ പരിശോധന നടക്കും. സീറ്റ് ആർക്കൊക്കെ എന്നതിലും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നിവയിലും അനിശ്ചിതത്വം മുന്നണികളിൽ തുടരുകയാണ്. ജയമുറപ്പായ 2 സീറ്റിലും മത്സരിക്കാനുള്ള ആലോചന CPM-നുണ്ട്. ഒരു സീറ്റ് കിട്ടിയേ തീരൂ എന്ന CPI-യുടെ കടുത്ത നിലപാടാണ് അവർക്ക് മുന്നിലെ വെല്ലുവിളി. LJD, NCP, JDS എന്നിവരും സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നാളെ ചേരുന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. UDF-ന് ജയിക്കാൻ കഴിയുന്ന സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. സ്ഥാനമോഹവുമായി നിരവധി പേർ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. പഞ്ചാബ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് ഭഗവന്ത് മാൻ ഇന്ന് MP സ്ഥാനം രാജിവെക്കും. ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മണിപ്പൂരിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. ചരിത്ര വിജയം നേടിയ പഞ്ചാബിൽ AAP സർക്കാർ ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭഗവന്ത് മാൻ MP സ്ഥാനം രാജിവെക്കുന്നത്. പഞ്ചാബിലെ സാങ്കൂർ മണ്ഡലത്തെ 2014 മുതൽ ഭഗവന്ത് മാൻ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്.
ദുരി നിയമസഭാ മണ്ഡലത്തിൽ 60,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മാൻ വിജയിച്ചത്. ബുധനാഴ്ചയാണ് ഭഗവത് മാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. മറ്റു 16 മന്ത്രിമാർ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. അതേസമയം മണിപ്പൂരിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. നിലവിലെ നിയമസഭയുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണിത്. ഗോവയിൽ നാളെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശ് അടക്കം BJP വിജയിച്ച 4 സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. ഡൽഹിയിലെത്തിയ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുമായി മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ചർച്ച ചെയ്തു. ന്യൂസ് 18 ഡൽഹി. കോൺഗ്രസ് അധ്യക്ഷയായി സോണിയാഗാന്ധി തുടരും. അധ്യക്ഷ സ്ഥാനത്ത് സോണിയാഗാന്ധി തുടരണമെന്ന് പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. അധ്യക്ഷയിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ച സമിതി സംഘടനാ ദൗർബല്യം പരിഹരിക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും തീരുമാനിച്ചു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ഇന്നലെ 4.5 മണിക്കൂർ നീണ്ട പ്രവർത്തക സമിതി യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. അതാത് സംസ്ഥാനങ്ങളിലെ ജനറൽ സെക്രട്ടറിമാർ പരാജയ കാരണങ്ങൾ വിശദീകരിച്ചു. BJPക്കെതിരെയുള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പിഴച്ചെന്ന് യോഗം വിലയിരുത്തി. BJP അധികാരത്തിലിരുന്ന 4 സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞില്ല. പഞ്ചാബിലെ നേതൃമാറ്റവും തുടർന്നുണ്ടായ സാഹചര്യങ്ങളും തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. അതേസമയം ദേശീയ നേതൃത്വത്തിനെതിരെ G23 നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. തോൽവിക്ക് കാരണമായവർക്കെതിരെ നടപടിയെടുക്കണം, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ എന്നാൽ സോണിയയുടെ രാജി ആവശ്യപ്പെട്ടില്ല. Honorable Congress person will immediately take up the immediate correction measures to remove and re-strengthen the organization. Congress working committee members, including all the senior leaders, openly participated in the discussion to analyze the results. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കൂട്ടുത്തരവാദിത്തമാണെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തി. പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖ തയ്യാറാക്കാൻ നേതാക്കളുടെ ചിന്തൻ ശിബിർ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം വിളിച്ചു ചേർക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാളിച്ചകൾ ആവർത്തിക്കാതിരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാനും പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 ഡൽഹി. കേരളത്തിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ലെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മതേതരത്വമാണ് ലീഗിന്റെ മുഖമുദ്ര. മുസ്ലിം ലീഗ് 74ാം വാർഷികാചരണ സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. ഇന്ത്യയ്ക്ക് ആവശ്യമായ ന്യൂനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ മുസ്ലിം ലീഗിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃകയാക്കാവുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ലീഗിന് കഴിഞ്ഞു. ദേശീയ തലത്തിൽ മതേതര കക്ഷികൾ കുറെ കൂടി സഹകരിക്കേണ്ടതുണ്ടെന്നാണ് പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല എന്നും സാദിഖ് അലി തങ്ങൾ. നമ്മുടെ രാജ്യത്ത് മതേതരത്വം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ എന്നുള്ളത്. ഫാസിസത്തിന്റെ കടന്നുകയറ്റം ഒരു വലിയ വെല്ലുവിളിയായി നമുക്ക് മുമ്പിൽ പത്തി വിടർത്തിയാടുമ്പോൾ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. UPയിൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചതിൽ എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. ഈ കക്ഷികളെല്ലാം ഒന്നിച്ചു നിന്നാൽ BJPയുടെ കഥ കഴിയും. അതാണ് UP തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശം. വർഗീയ വിഭാഗീയ പാർട്ടികൾ ശക്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് 2 വട്ടം ആലോചിക്കേണ്ട കാര്യമില്ല. UPയിൽ ഇപ്പൊ കണ്ടു. UPയിൽ അത്തരം പാർട്ടികൾ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് പിടിച്ച് BJPയുടെ വിജയം ഉറപ്പാക്കി. 100 വോട്ടിന് BJP അയച്ച സ്ഥലമുണ്ട്. അവിടെ ആയിരക്കണക്കിന് വോട്ട് ഇത്തരം പാർട്ടികൾ കൊണ്ടുപോയി. 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിലായിരുന്നു ലീഗിന്റെ രൂപീകരണ യോഗം നടന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തെ തുടർന്ന് ഇത്തവണ സ്ഥാപക ദിനാഘോഷ പരിപാടികൾ 13ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി കൂടിയായിരുന്നു ഇത്. ന്യൂസ് 18 മലപ്പുറം. വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംയുക്ത കിസാൻ മോർച്ച ഇന്ന് യോഗം ചേരും. ഡൽഹി ഗാന്ധി പീസ് ഫൗണ്ടേഷനിൽ വിളിച്ചാണ് യോഗം. പഞ്ചാബ് UP നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം യോഗം അവലോകനം ചെയ്യും. ഡൽഹി അതിർത്തികളിലെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ തുടർ സമരങ്ങൾ സംബന്ധിച്ചും ചർച്ചയുണ്ടായേക്കും. ഏത് പാർട്ടി ഭരിച്ചാലും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് BKU നേതാവ് രാകേഷ് തിക്കായത്ത് പറഞ്ഞു. പോലീസിന് ഹണി ട്രാപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്.
ഉദ്യോഗസ്ഥർ ഹണി ട്രാപ്പിൽ വീഴരുതെന്ന് മുന്നറിയിപ്പ് നൽകി DGPയാണ് നിർദ്ദേശം നൽകിയത്. പാക് ചാര സംഘടനകൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഹണി ട്രാപ്പിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നുവെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിനെ തുടർന്നാണ് കേരളത്തിലും സേനയ്ക്ക് നിർദ്ദേശം. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഹണി ട്രാപ്പിന് നീക്കം. സംസ്ഥാന പോലീസ് സേന ജാഗ്രത പുലർത്തണമെന്ന് കാട്ടി മുഴുവൻ യൂണിറ്റ് മേധാവിമാർക്കുമാണ് DGP അനിൽകാന്ത് നിർദ്ദേശം നൽകിയത്. സ്വാധീനിക്കാൻ എന്തെങ്കിലും നീക്കമുണ്ടായാൽ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പോക്സോ കേസിൽ കൊച്ചി നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രണ്ടാം പ്രതി സൈജുവിനെ ഇന്ന് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സൈജുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം മൂന്നാം പ്രതി അഞ്ജലി റീമ ദേവിനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പോക്സോ കേസിൽ പിടിയിലായ റോയി വയലാട്ടിനെ ഇന്നലെ നമ്പർ 18 ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റോയിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ കഴിയുന്ന സൈജു തങ്കച്ചനെ സംബന്ധിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. കീഴടങ്ങിയില്ലെങ്കിൽ സൈജുവിന്റെ അറസ്റ്റും ഇന്നുണ്ടാകും. സൈജുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം കേസിലെ മൂന്നാം പ്രതി അഞ്ജലി റീമാദേവിനെ ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റോയി വയലാട്ടും സൈജു തങ്കച്ചനും നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാവും അഞ്ജലിയെ ചോദ്യം ചെയ്യുക. കേസിൽ അഞ്ജലിക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെയും ഇവരുടെ മകളെയും ഹോട്ടലിൽ വെച്ച് റോയി വയലാട്ടിൽ കടന്നുപിടിച്ചു എന്നാണ് പരാതി. സൈജു ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി. അഞ്ജലി റീമാദേവ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരി ആരോപണമുന്നയിച്ചിരുന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ മാധ്യമ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. മറുപടി സമർപ്പിക്കുന്നതിന് ദിലീപ് സാവകാശം തേടിയതിനെ തുടർന്നാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. മാധ്യമ വിചാരണ നടത്തി തനിക്കെതിരെ ജനവികാരമുണ്ടാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുവെന്നാണ് ഹർജിയിൽ ദിലീപിന്റെ ആരോപണം. കേസിലെ വിചാരണ അട്ടിമറിക്കാനാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ശ്രമിക്കുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വിചാരണ കോടതിയിലെ നടപടികൾ പൂർത്തിയാകും വരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്നും രഹസ്യ വിചാരണ എന്ന കോടതി ഉത്തരവ് ലംഘിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. സഭാ തർക്കക്കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കോടതി വിധി നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ചുള്ള കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മലങ്കര സഭയിലെ പള്ളികൾ ഭരിക്കേണ്ടത് 1934 സഭാ ഭരണഘടന അനുസരിച്ചാണെന്നായിരുന്നു ജൂലൈ 3 സുപ്രീം കോടതി വിധി. ഇത് നടപ്പാക്കുന്നതിൽ ഭരണകൂടം വീഴ്ച വരുത്തിയെന്നാണ് ഹർജിയിൽ ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നത്. ഓർത്തഡോക്സ് വൈദികർക്കെതിരെ യാക്കോബായ വിശ്വാസികൾ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച് പരിഗണിക്കും. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. സംസ്ഥാനത്ത് 1.5 വർഷത്തിന് ശേഷം കോവിഡ് കേസുകൾ 1000-ന് താഴെയെത്തി. ഇന്നലെ 885 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2020 ഓഗസ്റ്റ് 3-നാണ് മുൻപ് അവസാനമായി പ്രതിദിന രോഗികൾ 1000-ൽ താഴെയെത്തിയത്. രോഗവ്യാപനം കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 19 മാസത്തിന് ശേഷമാണ് കോവിഡ് രോഗികളുടെ എണ്ണം 3 അക്കത്തിലേക്ക് താഴുന്നത്. 2020 ഓഗസ്റ്റ് 3-ന് 962 പേർക്കായിരുന്നു രോഗബാധ. തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ടാം തരംഗമുണ്ടായി. അത് ക്രമേണ വർദ്ധിച്ച് കഴിഞ്ഞ വർഷം മെയ് 12-ന് 43,523 കേസുകൾ വരെ ഉയർന്നു. 2021 ഡിസംബർ 27-ന് രോഗികളുടെ എണ്ണം 1636-ലേക്കെത്തി. ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞതിന് പിന്നാലെ ജനിതക വകഭേദമായ ഒമിക്രോൺ കൂടി വന്നതോടെ വളരെ പെട്ടെന്ന് കേസുകൾ വീണ്ടും വർദ്ധിച്ചു. ഇതോടെ ജനുവരിയിൽ തന്നെ 3ാം തരംഗവും ആരംഭിച്ചു. കഴിഞ്ഞ ജനുവരി 25-ന് 55,475 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന കോവിഡ് കണക്കുകളിൽ ഇതായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സംഖ്യ. ഇപ്പോൾ വീണ്ടും കേസുകൾ കുറഞ്ഞെങ്കിലും ശ്രദ്ധക്കുറവ് പാടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 1.5 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 1000-ൽ താഴെ എത്തുന്നത്. കേസുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെങ്കിലും കോവിഡ് ഭീഷണിയിൽ നിന്ന് ഇനിയും നാം മുക്തരായിട്ടില്ല. അതുകൊണ്ട് ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. മാസ്ക് മാറ്റാറായിട്ടില്ലെന്നും കുറച്ചുനാൾ കൂടി ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് താപനില വർദ്ധിക്കുന്നു. 6 ജില്ലകളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പകൽച്ചൂട് കൂടും. ഉയർന്ന താപനിലയിൽ സാധാരണയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
മിക്കവാറും സ്ഥലങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ വെള്ളാനിക്കരയിലും പുനലൂരിലുമാണ്. 38.6 ഡിഗ്രി സെൽഷ്യസാണ് രണ്ടിടത്തും രേഖപ്പെടുത്തിയത്. ദുരന്ത നിവാരണ അതോറിറ്റി ഉഷ്ണതരംഗ സൂര്യാഘാത മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയമെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ഇതനുസരിച്ച് ജോലിസ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്രമീകരണങ്ങൾ നടത്തണം. ന്യൂസ് 18 തിരുവനന്തപുരം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അന്തേവാസികൾ രക്ഷപ്പെടുന്നതും സുരക്ഷാ വീഴ്ചയും പതിവായ സാഹചര്യത്തിലാണ് യോഗം. അഡീഷണൽ DHS തയ്യാറാക്കിയ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്യും. ആശുപത്രിയിൽ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് യോഗം. അന്തേവാസികൾ രക്ഷപ്പെടുന്നതും സുരക്ഷാ വീഴ്ചകളുമൊക്കെ അന്വേഷിച്ച് അഡീഷണൽ DHS റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം ആവശ്യമാണെന്നും അന്തേവാസികളുടെ എണ്ണം സൗകര്യത്തെക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജീവനക്കാരുടെ എണ്ണം കൂട്ടണം. മാനസികാരോഗ്യം വീണ്ടെടുത്തിട്ടും വീട്ടുകാർ കൊണ്ടുപോകാത്ത 48 പേരുണ്ട്. ചികിത്സയിലുള്ള പലരുടെയും വിലാസം അറിയില്ല. കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമാണ്. എല്ലാവരെയും സെല്ലിലടയ്ക്കുന്ന രീതി മാറണം. ബിഹേവിയറൽ ICU ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ആശുപത്രിയുടേത് 150ഓളം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. നിലവിലുള്ള കിടക്കകളേക്കാൾ അധികമാണ് രോഗികളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 8.5 കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇപ്പം നമുക്കിവിടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടൊരു 8.5 കോടി രൂപയുടെ ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാകുന്നുണ്ട്. ഇതുകൂടാതെ സമഗ്രമായൊരു മാറ്റം അടിസ്ഥാന സൗകര്യത്തിലും അതോടൊപ്പം തന്നെ ഇതിന്റെ മൊത്തം ഇപ്പോൾ സെല്ലിൽ നിന്ന് മാറി നമുക്കൊരു ബിഹേവിയർ ICU എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ആശയങ്ങളിലേക്ക് മാറുന്നത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. ആശുപത്രിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് DMO തലത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പുറമെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് 18 കോഴിക്കോട്. സംഗീതത്തോടൊപ്പം സമയതാളവും നെഞ്ചോട് ചേർത്ത ഒരു 94-കാരനെ പരിചയപ്പെടാം. ആകാശവാണിയിലെ വായ്പാട്ട് കലാകാരനും സംഗീതാധ്യാപകനുമായിരുന്ന തിരുവനന്തപുരം തളിയൽ സ്വദേശി R. അപ്പുക്കുട്ടൻ ഭാഗവതർ ക്ലോക്കുകളുടെയും വാച്ചുകളുടെയും ഹൃദയമിടിപ്പ് അറിയുന്നയാൾ കൂടിയാണ്. ഈ പ്രായത്തിലും തളിയലിലെ മേലത്തട്ട് വീട്ടിൽ കർമ്മനിരതനാണ് അപ്പുക്കുട്ടൻ ഭാഗവതർ. സംഗീതത്തിന്റെ ആദ്യ സ്വരങ്ങൾ അമ്മയിൽ നിന്നും വാച്ചിറപ്പേറങ്ങിന്റെ ബാലപാഠങ്ങൾ അച്ഛനിൽ നിന്നുമാണ് അപ്പുക്കുട്ടൻ ഭാഗവതർ സ്വായത്തമാക്കിയത്. പിൽക്കാലത്ത് കഠിനാധ്വാനം കൊണ്ട് ഇരുമേഖലകളിലും സ്വന്തമായി കയ്യൊപ്പ് പതിപ്പിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ ഷെമ്മാങ്കുടി ശ്രീനിവാസയ്യരുടെ ശിഷ്യനായിരുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ സംഗീത നാടക കമ്പനിയായ ഷൺമുഖാനന്ദ സഭയിൽ ബാലനടനായി ചേർന്നതാണ് അപ്പുക്കുട്ടന്റെ സംഗീത ജീവിതത്തിൽ വഴിത്തിരിവായത്. പലരും കൈയൊഴിയുന്ന പഴയ വാച്ചുകളും ക്ലോക്കുകളുമൊക്കെ ഭാഗവതരുടെ കയ്യിലെത്തിയാൽ വീണ്ടും സ്പന്ദിച്ചു തുടങ്ങും. വാച്ച് റിപ്പയറിംഗിലെ ഈ പ്രാവീണ്യം അറിയുന്നവർ ഇന്നും തളിയലിലെ മേലേത്തട്ട് വീട്ടിലേക്ക് എത്താറുണ്ട്. ഈ പഴയ ക്ലോക്കുകളൊക്കെ നന്നാക്കാനായിട്ട് എല്ലാവരും പറയും. തളിയിൽ ഇങ്ങനെ ഒരു കിളവനുണ്ട്, അവിടെ ചെന്നാൽ ശരിയാക്കും. ഇപ്പോൾ വാച്ച് തെറ്റിക്കകത്തുള്ള വാച്ച് കടക്കാരെല്ലാം കാറിൽ 4-5 ക്ലോക്കുകളാണ് കൊണ്ടുവന്ന് ഇന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് വാച്ചുകൊണ്ട് പോകുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ സംഗീതാധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേൾവിക്കുറവും കാഴ്ചാപ്രശ്നവും അലട്ടുന്നുണ്ടെങ്കിലും കർമ്മപദത്തിൽ സജീവമായി തുടരുന്നതിന് അപ്പുക്കുട്ടൻ ഭാഗവതർ നൽകുന്ന മറുപടി ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഈ പണിയുള്ളതുകൊണ്ടാണ്. ഇത് നിർത്തിയാൽ ഉടൻ ക്ലോസ് ആവും.
അരുൺ പാലോടിനൊപ്പം എസ് ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കാനഡയിൽ വാഹനാപകടത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ടൊറന്റോയിലാണ് അപകടമുണ്ടായത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ് ഇക്കാര്യം അറിയിച്ചത്. 2 വിദ്യാർത്ഥികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിന്. ബസ്സുടമ സംയുക്ത സമിതിയാണ് സമരം നടത്താൻ തീരുമാനിച്ചത്. നാളെ ഗതാഗത മന്ത്രിയെ കണ്ട ശേഷം സമര തീയതി പ്രഖ്യാപിക്കും. മിനിമം ബസ് ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സ്വകാര്യ ബസ്സുടമകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ബസ്സുടമകൾ പറഞ്ഞു. ഏതായാലും സ്വകാര്യ ബസ്സുടമകൾ അത്തരത്തിൽ ഒരു സമരപ്രഖ്യാപനത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോകാനൊരുങ്ങുന്നത്. ജനറൽ സെക്രട്ടറി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ശ്രീ ടി ഗോപിനാഥൻ നമ്മോടൊപ്പം ഈ വിഷയം സംസാരിക്കാനായി ചേരുന്നു. ശ്രീ ടി ഗോപിനാഥൻ, ഒരു സമരം, ഒരു അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ? സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണോ? ഈ ഡീസലിന്റെ വില 62 രൂപ ഉണ്ടായിരുന്നപ്പോൾ നിശ്ചയിച്ച ബസ് ചാർജ് ആണ് ഇപ്പൊ 94 രൂപയായിട്ടും സംസ്ഥാനത്തെ ബസ് ഉടമകൾക്ക് ഇപ്പോ ഡീസൽ ലഭിക്കുന്നത്. ഞങ്ങള് കഴിഞ്ഞ നവംബർ മാസം 9-ാം തീയതി മുതൽ സമരം പ്രഖ്യാപിച്ച് 8-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ യാത്രാ നിരക്ക് വർധനവ് നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞതിന് ശേഷം 4.5 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ചോ യാതൊരു തീരുമാനവും ഇല്ലാത്ത സാഹചര്യത്തിലും ഡീസലിന്റെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഞങ്ങള് കഴിഞ്ഞ ജൂലൈ മുതൽ ഡിസംബർ 30 വരെയുള്ള വാഹന നികുതി ഒഴിവാക്കി തരണമെന്ന് സർക്കാരിന്റെ അഭ്യർത്ഥിച്ചതും അത് ഒഴിവാക്കി തരാൻ സർക്കാർ തയ്യാറാവാതിരിക്കുന്ന സാഹചര്യത്തിലും ഈ വരുന്ന മാർച്ച് 31 മുമ്പ് അടുത്ത ക്വാർട്ടർ ടാക്സ് കൂടി അടയ്ക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു നിലയ്ക്കും തങ്ങളുടെ സർവീസുകൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ഈ വിവരം ഞങ്ങൾ പലതവണ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയെ കണ്ടു പറയുമ്പോഴും ഇപ്പൊ മകരവിളക്ക് കഴിയട്ടെ, അതിനുശേഷം പിന്നെ മുഖ്യമന്ത്രി ചികിത്സയിലാണ്, അമേരിക്കയിലേക്ക് പോയിട്ട് വരട്ടെ, തിരിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നീട്ടിക്കൊണ്ടുപോയിരുന്നു. അതിനിടയിൽ അദ്ദേഹം ജസ്റ്റിസ് രാമചന്ദ്രനുമായി ചർച്ച നടത്തി. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയോട് ചർച്ച നടത്തി. ഈ ചർച്ചകളും കാര്യങ്ങളും നടക്കുകയല്ലാതെ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചു, സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇതുവരെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം പോലും നിലവിലെ നിരക്കിൽ ഈ ഡീസൽ അടിച്ചുകൊണ്ട് ഒരു ദിവസം പോലും സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഞങ്ങൾ ഉടനടി ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ട് ഞങ്ങൾ നാളെ കാണും, നാളെ രാവിലെ അദ്ദേഹത്തിനെ കാണും. ഞങ്ങൾ ബസ് യാത്രാ നിരക്ക് വർധനവും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർധനവുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സമരത്തിന്റെ തീയതി ഞങ്ങൾ നാളെ കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഈ പലതവണ സർക്കാരും മന്ത്രിയും ഒക്കെ അവർക്ക് ഏതാണ്ട് ഇത്തരം ആവശ്യങ്ങൾ മനസ്സിലായ മട്ടുണ്ട്. മന്ത്രിയൊക്കെ പലതവണ പറയുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന്. പക്ഷെ മാസങ്ങളായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു തീരുമാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണോ? എന്തുകൊണ്ടാണ് ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ഏത് തലത്തിലാണ് ഒരു തടസ്സം നിലനിൽക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ലെ, സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെലവുകളുടെ വർധനവ് ആനുപാതികമായിട്ട് വരുമാനം വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേ? എന്തുകൊണ്ട് സർക്കാർ ഇത് മാറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ഈ ബഡ്ജറ്റ് കണ്ടു. ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ മാധ്യമവും വിദ്യാർത്ഥികളും മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന യാത്രാ മാധ്യമമായിട്ടുള്ള സ്വകാര്യ ബസ്സുകൾക്ക് ഒരു തരത്തിലുള്ള ഇളവ് നൽകാനും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. യാത്രാക്കൂലി വർധനവ് വൈകി എന്ന് പറഞ്ഞാൽ ഇപ്പൊ KSRTCക്ക് 1000 കോടി രൂപയാണ് സർക്കാർ കൊടുത്തത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് നിലയ്ക്ക് എന്താണ് ഇതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെന്നോ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രാ നിരക്ക് വർധനവ് അനിവാര്യമായിരിക്കണം, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് അനിവാര്യമായിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോ ഈ കോവിഡിനൊക്കെ ശേഷം സാധാരണ യാത്രക്കാരൊക്കെ സ്വന്തമായിട്ട് യാത്രാ സൗകര്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷം സ്വകാര്യ ബസ്സുകൾ കയറുന്ന യാത്രക്കാരിൽ മഹാഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ്. അപ്പൊ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള യാത്രാ നിരക്ക് ഇപ്പൊ ബസ്സുകളിലൊക്കെ 100-150 കുട്ടികളെ കയറുന്നത്. 93 രൂപ ഡീസൽ അടിച്ചാൽ 93 വിദ്യാർത്ഥികളെ കയറ്റിയാലേ ഒരു ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ യാത്രാ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉടനടി ഉണ്ടാവാത്ത പക്ഷം ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നടത്തുന്നവരുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ പക്കൽ അങ്ങനെ ഒരു കണക്കൊക്കെ കാണുമല്ലോ. എല്ലാ സ്വകാര്യ ബസ്സുകളും ഈ കോവിഡിന് ശേഷം ഇപ്പോൾ പൂർണ്ണ തോതിൽ സർവീസ് നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? 32,000 ബസ് ഉണ്ടായിരുന്ന സംസ്ഥാന സ്വകാര്യ ബസ്സുകളിൽ കോവിഡിന് തൊട്ട് മുമ്പ് അത് 12,600 ചുരുങ്ങിയിരുന്നു.
പക്ഷെ ഇപ്പോ നിലവിലെ കണക്കനുസരിച്ച് 7000-ഓളം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇവിടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ടാക്സ് അടയ്ക്കാൻ ബസ് ഉടമകൾക്ക് പണമില്ലാത്തതുകൊണ്ട് ഇപ്പൊ അത് അടക്കണമെങ്കിൽ 50% പെനാൽറ്റിയോട് കൂടി അടയ്ക്കണം. അതുപോലും അടയ്ക്കാൻ കാശില്ലാതെ ബസ്സുകൾ കയറ്റിയിട്ടിരിക്കുക. കഴിഞ്ഞ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ സമയത്തൊക്കെ കയറ്റിയിട്ട പല ബസ്സുകൾക്കും ഇൻഷുറൻസ് അടയ്ക്കാനും മറ്റു കുറ്റപ്പണികൾ നടത്താനും അതിന്റെ CF നടത്താനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ കൈയില്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, തെരുവോരങ്ങളിൽ ബസ്സുകൾ കേടുവന്ന് കിടക്കുന്നത് കാണാം. കേവലം 7000-ഓളം ബസ്സുകളാണ് സംസ്ഥാന സർവീസ് നടത്തുന്നത്. ഇത് മാർച്ച് 31 കൂടി കഴിഞ്ഞാൽ ഈ നിലവിലുള്ള ഇതേ നിരക്കിൽ സർവീസ് തുടരണമെങ്കിൽ ഈ പകുതിയോളം ബസ്സുകൾക്ക് പോലും ഓടാൻ കഴിയില്ല. ഇത് എന്താ ഉണ്ടാവാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ യാത്രക്കാർ, സ്വന്തമായിട്ട് വാഹനം വാങ്ങാൻ കഴിയാത്ത യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേവലം പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ KSRTC മാത്രമല്ല, സ്വകാര്യ ബസ്സുകളും KSRTC പൊതുഗതാഗതത്തിൽ 30% മാത്രമാണ് KSRTCയുടെ പങ്ക്. ബാക്കി 70% ഇവിടുത്തെ പൊതുഗതാഗതം നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളാണ്. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ ഇതിലെ 10,000-കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായിട്ട് തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ്. അതിലേറെ പേര് ആളുകൾ പരോക്ഷമായി തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ കാലാകാലങ്ങളിൽ ഇതിലുണ്ടാകുന്ന പ്രവർത്തന ചെലവിന് ആനുപാതികമായിട്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ഈ ബസ്സുകളുടെ എണ്ണം കുറയും. ബസ്സുകളുടെ എണ്ണം കുറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 2 വീലറുകളുടെ എണ്ണം കൂടും, സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കൂടും. റോഡുകളെല്ലാം ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം റോഡുകളെല്ലാം നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കാറിൽ ഒരാൾ സഞ്ചരിക്കുന്നതും ഒരു ബസ്സിൽ 60-70 ആളുകളും സഞ്ചരിക്കുന്നതിന് വ്യത്യാസം നമ്മുടെ റോഡുകളിൽ മനസ്സിലാവാം. 2 വീലറുകൾ ഓടുമ്പോൾ അതുണ്ടാക്കുന്ന അപകടങ്ങളും അതും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെ പൊതുഗതാഗതം നിലനിർത്താൻ, സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ജനങ്ങൾക്കാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. പലതവണ ഈ സമരം നിങ്ങൾ നിശ്ചയിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം മന്ത്രി നൽകിയ ഉറപ്പുകളുടെ പേരിൽ പലപ്പോഴും പിൻവലിക്കുന്ന സാഹചര്യമായിരുന്നു. നാളെ കൃത്യമായ ഒരു തീയതി ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ സമരരംഗത്ത് ഉറപ്പായും സമരം പ്രഖ്യാപിച്ചും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായും നാളെ ഞങ്ങൾ ഗവൺമെന്റിന് സമര നോട്ടീസ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ സമര നോട്ടീസ് ഇനിയിപ്പോ എന്ന് തീരുമാനിക്കും എന്നതല്ല ഞങ്ങളുടെ വിഷയം. നാളെ പോയി സാർ, ഞങ്ങൾക്ക് ഇന്ന ദിവസം മുതൽ ഈ സർവീസുകൾ നടത്താൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ട്, ഞാൻ നോട്ടീസ് തയ്യാറാക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ നോട്ടീസ് നാളെ രാവിലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കുന്ന അദ്ദേഹം ഇന്നലെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞായിട്ട് നമ്മൾ കേട്ടു, എനിക്ക് നോട്ടീസ് കിട്ടിയില്ല എന്ന്. ഇത് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നു. അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നോട്ടീസ് ഞങ്ങൾ നാളെ കൊടുക്കാൻ പോണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമരമൊന്നുമല്ല, ഇത് മറ്റൊരു മാർഗവുമില്ലാത്ത അതാത് ദിവസത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ ഡീസൽ അടിക്കാനോ അത്യാവശ്യം വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താനോ സാമ്പത്തികമായിട്ട് കഴിയാത്തൊരു സാഹചര്യത്തിനാണ് ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കുന്നത്. ഇത് ആരോടൊരു വെല്ലുവിളിയല്ല, സർക്കാരിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടുള്ള സമരമല്ല, മറ്റൊരു മാർഗം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ സ്ഥിതി. ഒരിളവുകളും സംസ്ഥാന സർക്കാർ തരുന്നില്ല. ഇപ്പൊ ഈ ക്വാർട്ടർ വാഹന നികുതി മാർച്ച് 31 അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, അങ്ങനെ ഒട്ടനവധി ചെലവുകൾ ഞങ്ങൾ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഡീസലിന് സബ്സിഡി ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങളുടെ വാഹന നികുതിയുടെ ഇളവ് ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊന്നും നൽകാതെ ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് നിങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം നടത്തണമെന്നൊക്കെ ഒരു സ്വകാര്യ മേഖലയോട് പറയുന്നത് ഇവിടെ വ്യവസായം തുടങ്ങാൻ ആളുകളെ കൊണ്ടുവരാൻ നടക്കുന്ന സർക്കാരുകൾ നിലവിലുള്ള ഒരു വ്യവസായം, ഇവിടെ മലയാളികൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. ഈ മേഖല നിലനിർത്താനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇത് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ശരി, നന്ദി ശ്രീ ടി ഗോപിനാഥ്. താങ്കൾ ഇത്രയും സമയം ഈ വിഷയം സംസാരിക്കാനായി ചിലവഴിച്ചതിന്. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. പാലക്കാട് തരൂരിലെ BJP പ്രവർത്തകന്റെ മരണത്തിൽ ഒരാൾ കൂടി കീഴടങ്ങി. പഴമ്പാലക്കോട് സ്വദേശി മിഥുനാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7ആയി. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ പ്രതികൾ എല്ലാവരും പിടിയിലായിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ കേസിൽ 7 പ്രതികളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ കേസിലെ ഒളിവിൽ പോയിരുന്ന പ്രതി മിഥുൻ പോലീസിൽ കീഴടങ്ങിയിട്ടുള്ളത്. മിഥുൻ പഴമ്പാലക്കോട് CPM പഴമ്പാലക്കോട് 2 ബ്രാഞ്ചിലെ ബ്രാഞ്ച് അംഗവും DYFI യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ്. ഇതിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതായിരുന്നു BJPയുടെ പ്രധാന ആരോപണം. എന്നാൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇത് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ്. കഴിഞ്ഞ 2-ാം തീയതി മാർച്ച് 2-ന് ആ പ്രദേശത്ത് നടന്ന ഒരു ഉത്സവത്തിൽ സംഘർഷമുണ്ടാകുകയും അതിൽ അരുണിന് കുത്തേൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം ഒരാഴ്ചയോളം ചികിത്സയിൽ കഴിഞ്ഞ ദിവസമാണ് അരുൺകുമാർ മരിച്ചിട്ടുള്ളത്. അന്ന് 6 പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മിഥുനാണ് ഒളിവിൽ പോയത്. ഇന്നലെ രാത്രി മിഥുനും പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്.
ശരി പ്രസാദ്. പിളർപ്പിന് പിന്നാലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സജീവമാക്കി INL വഹാവ് പക്ഷം. എറണാകുളം ഉൾപ്പെടെ 8 ജില്ലകളിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയെന്നാണ് വഹാവ് പക്ഷത്തിന്റെ അവകാശവാദം. വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ ഇടതു നേതൃത്വം ഉചിതമായി തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MP AP അബ്ദുൽ വഹാബ് പറഞ്ഞു. മുന്നണി യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ ഇടതു നേതൃത്വം മാറ്റി നിർത്തിയിട്ടും രണ്ടു വഴിക്ക് നീങ്ങാൻ തന്നെയാണ് INL ഇരുവിഭാഗങ്ങളുടെയും തീരുമാനം. സമാന്തര മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എറണാകുളം ഉൾപ്പെടെ 8 ജില്ലകളിൽ ക്യാമ്പയിൻ പൂർത്തിയായെന്നാണ് വഹാവ് പക്ഷത്തിന്റെ അവകാശവാദം. വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ മാറ്റണമെന്ന കാര്യത്തിൽ ഇടതു നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും AP അബ്ദുൽ വഹാബ്. നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷ നേതൃത്വത്തോട് മൊത്തത്തിൽ ഞങ്ങൾ പറയുന്നൊരു സംഗതി, അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം. ആ രീതിയിലേക്ക് അദ്ദേഹത്തെ ഊന്നിപ്പിക്കാനും ഇടതുപക്ഷ നേതൃത്വമാണ് മുൻകൈ എടുക്കേണ്ടത്. വരുന്ന മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള മറുവിഭാഗം. എന്നാൽ ഇക്കാര്യത്തിൽ ഇടതു നേതൃത്വം യാതൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. തർക്കം തുടരുന്ന സാഹചര്യത്തിൽ മുന്നണിക്ക് പുറത്തു തന്നെയാവും INLന്റെ സ്ഥാനം. സനോജ് സുരേന്ദ്രൻ, News 18, കൊച്ചി. കുട്ടിക്കാലത്തെ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന മിടുക്കരെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് News 18 ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൈമുതലായി വിജയത്തിന്റെ വഴിയിൽ മുന്നേറുകയാണ് അവർ. ബൈജൂസ് യങ് ജീനിയസിന്റെ 9ാമത്തെ എപ്പിസോഡിൽ കോഴിക്കോട് നിന്നുള്ള നർത്തകി നിളാനാഥും മുംബൈയിൽ നിന്നുള്ള അമിത് സാവന്തുമായിരുന്നു വേദിയിലെത്തിയ മിടുക്കർ. ഞാനാണ് ആനന്ദ് നരസിംഹൻ, ഈ യാത്രയിൽ നിങ്ങളുടെ സൂത്രധാരൻ. നമ്മളുടെ ഇന്നത്തെ 1ാമത്തെ ജീനിയസ് നൃത്തത്തിൽ ഉയർന്ന പടവുകൾ കയറിയിരിക്കുന്നു. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ ഭരതനാട്യം പഠിച്ചു. ഒന്നല്ല, അദ്ദേഹത്തിന് മോഹിനിയാട്ട പ്രാവീണ്യമുണ്ട്. അല്ലല്ല, സോറി, അദ്ദേഹത്തിന് കുച്ചിപ്പുടി നന്നായിട്ട് വഴങ്ങുന്നുണ്ട്. അതെ, ഒന്നല്ല, രണ്ടല്ല, 3 ഡിഫറെന്റ് ഡാൻസ് ഫോംസ് പെർഫോം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയാണ് കേരളത്തിൽ കോഴിക്കോടിൽ നിന്ന് 14 വയസ്സുള്ള നിളാനാഥ്. മോസ്റ്റ് റിനൗൺസ്ഡ് ഡാൻസ് ഷോ ജഡ്ജ്, ഡാൻസിന്റെ ലോകത്ത് ഗീതാമ എന്ന പേരിൽ ഫേമസ് ആയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ഗീത കപൂർ. നോക്കൂ, ഇദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ അതിനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആവാൻ കാരണം ഇത് വളരെ റെയർ ആണ്. ഇതുപോലുള്ള ചെറിയ കുട്ടികള് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സാധിച്ചെടുക്കുന്നത്, അതുപോലെ ഡാൻസിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും വളരെ എളുപ്പത്തിൽ ഒരാൾ സോൾവ് ചെയ്യും. നമ്മുടെ അടുത്ത യങ് ജീനിയസ് ഇതാണ്. മാത്തമാറ്റിക്സിന്റെ മജീഷ്യൻ, മുംബൈയിൽ നിന്നും 10 വയസ്സ് മാത്രം പ്രായമുള്ള കിയാൻ അമിത് സാവൻ. ഹായ് കിയാൻ, ഇതുവരെ നേടിയ നേട്ടങ്ങൾക്ക് എന്റെ അഭിനന്ദനം. ആദ്യമായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. ഐ ആം സോ ഹാപ്പി ടു മീറ്റ് യു. താങ്ക് യു. ദി പ്ലഷർ ഇസ് മൈൻ ആസ് വെൽ. കിയാൻ, എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 23 + 46 + 69 + 92 + 115 and so on in that pattern till 943. ഇതിന്റെ ആൻസർ 19803 ആണോ? Absolutely correct. 19803, 19,803. അതാണ് ശരി ഉത്തരം. വെൽ ഡൺ. ചിന്താവാരികയ്ക്ക് മറുപടിയുമായി നവയുഗം. ചിന്തയിലെ ലേഖനത്തിൽ ഹിമാലയൻ വിഡ്ഢിത്തങ്ങളെന്ന് നവയുഗം പറയുന്നു. ശരിയും തെറ്റും അംഗീകരിക്കാൻ CPMന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ലെന്നും തെറ്റ് തുറന്നു പറയാതെ പഴയ തെറ്റുകളെ ന്യായീകരിക്കുന്നതായി നവയുഗത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലേഖനത്തിൽ EMSന് വിമർശനമുണ്ട്. BV അരുൺ ചേരുന്നു. അരുൺ, ഈ എന്താണ് മറുപടിയായി ചിന്തയുടെ ഇന്നലത്തെ ലേഖനത്തിലുള്ള മറുപടിയായി ഇപ്പോൾ നവയുഗത്തിലെ പരാമർശങ്ങൾ? ചിന്തയുടെ മാർച്ച് 4 തിരുത്തൽവാദത്തിന്റെ ചരിത്രവേരുകൾ എന്ന തലക്കെട്ട് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനയുഗത്തിന്റെ CPIയുടെ മുഖമാസികയായ നവയുഗം CPIയുടെ മുഖമാസികയായ ചിന്തയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത്. രൂക്ഷ വിമർശനങ്ങൾ CPIക്കെതിരെ നവയുഗം ഉയർത്തുന്നുണ്ട്. ചിന്തയിലെ ലേഖനങ്ങൾ ഹിമാലയൻ വിഡ്ഢിത്തങ്ങളെന്ന് നവയുഗം പരിഹസിക്കുന്നു. ശരിയും തെറ്റും അംഗീകരിക്കാൻ ഒരിക്കലും CPMന് കഴിഞ്ഞിട്ടില്ല. തെറ്റ് തുറന്നു പറയാതെ പഴയ തെറ്റുകളെ ന്യായീകരിക്കുകയാണ് ലേഖനം ചെയ്യുന്നത്. EMSനും നവയുഗത്തിന്റെ ലേഖനത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. പിളർപ്പിന് ശേഷമുള്ള EMSന്റെ നിലപാടുകൾക്കെതിരെയാണ് വിമർശനം. നക്സൽ പ്രസ്ഥാനം
ഉടലെടുത്തതിന്റെ ഉത്തരവാദിത്വം CPM-നാണ്. ഇക്കാര്യത്തിൽ CPM സ്വയം വിമർശനം നടത്തണമെന്ന് CPI നവയുഗത്തിലൂടെ ആവശ്യപ്പെടുന്നു. യുവാക്കൾക്ക് സായുധ വിപ്ലവമോഹം നൽകിയത് CPM-ആണ്. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ജയിലിലാക്കിയെന്ന വാദം തെറ്റെന്ന് നവയുഗം പറയുന്നു. അന്ന് അറസ്റ്റിലായവരിൽ ജെ ചിത്തരഞ്ജനും ഉണ്ണിരാജയും അടക്കം കേരളത്തിലെ 18 CPI നേതാക്കളുണ്ടായിരുന്നു. ഇവരെ ആരാണ് ജയിലിലടച്ചതെന്ന് നവയുഗം ചോദിക്കുന്നു. കൂട്ടത്തിലുള്ളവരെ വർഗവഞ്ചകരെന്ന് വിളിച്ചത് EMS ആണെന്ന കുറ്റപ്പെടുത്തലും നവയുഗത്തിന്റെ ഈ ലേഖനത്തിലുണ്ട്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.